ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. ഈ ചാപ്റ്ററിൽ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം പിടിച്ചോ, എന്താണ് വാട്ട് ഈസ് ഡിവൈൻ റൈറ്റ് തിയറി, എന്താണ് ഡിവൈൻ റൈറ്റ് തിയറി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവദത്ത സിദ്ധാന്തം, അല്ലെങ്കിൽ അല്ലെ ദൈവദത്ത സിദ്ധാന്തം, ഡിവൈൻ റൈറ്റ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രാൻസ് ഭരിച്ചിരുന്ന ബോർബൻ രാജാക്കന്മാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്? ഈ ഡിവൈൻ റൈറ്റ് തിയറി അല്ലെങ്കിൽ ദൈവദത്ത സിദ്ധാന്തം അല്ലെങ്കിൽ ദൈവദത്താധികാര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്താണ് നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയും, ഈ ഒരു തിയറി പ്രകാരം അക്കോർഡിംഗ് ടു ദിസ് തിയറി നോക്കിയാൽ നിങ്ങൾ, ദ കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. ഈ രാജാവ് എന്ന് പറയുന്നത് ആരാണ്? ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. അതായത് ദൈവം എന്ത് ചെയ്തതാണ്? രാഷ്ട്രത്തെ നോക്കാൻ വേണ്ടിയിട്ട് ആരെ ഏൽപ്പിച്ചതാണ്? രാജാവിനെ ഏൽപ്പിച്ചതാണ്. ഓക്കെ. ആൻഡ് ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു പീപ്പിൾ ബട്ട് ടു ഗോഡ്. ഒരിക്കലും ഒരു രാജാവ് ജനങ്ങളോട് കടപ്പെട്ടിട്ടൊന്നുമില്ല. ഈ രാജാവ് ആരോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി? എന്ത് ഭരിച്ചാലും ദൈവത്തോട് മാത്രം ഉത്തരം കൊടുത്താൽ മതി. Those who supported the despotic rule believed in this theory. അല്ലെ, സ്വേച്ഛാധിപത്യം, ഇങ്ങനെ എന്താണ് ജനങ്ങൾ ഇതാക്കുന്ന എന്താണ് തിയറികളിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഏത് തിയറിയാണ് വിശ്വസിച്ചത്? അല്ലെങ്കിൽ ഇത്തരം രാജഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഏത് തിയറി വിശ്വസിക്കുന്ന ആൾക്കാരാണ്? ഡിവൈൻ റൈറ്റ് തിയറി അഥവാ ദൈവദത്താധികാരം. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കാം. അനലൈസ് ദ സോഷ്യൽ സിസ്റ്റം ഇൻ 18th century ഫ്രാൻസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. 18ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ സാമൂഹിക വ്യവസ്ഥ വിശകലനം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കുക. ഇങ്ങനെ ഡയറക്റ്റ് ചോദ്യം ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഈ ചോദ്യം എന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റം ആണ് അല്ലെ. ഫ്രാൻസിലെ സോഷ്യൽ സിസ്റ്റം അഥവാ സാമൂഹിക വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ, ഫ്രഞ്ച് സൊസൈറ്റി നമ്മൾ എത്രയാക്കി തിരിച്ചിട്ടുണ്ട്? 3 എസ്റ്റേറ്റുകളാക്കി, അല്ലെങ്കിൽ അല്ലെ 3 വിഭാഗം, 3 എസ്റ്റേറ്റുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്. മറന്നുപോവോ? മറക്കാൻ പാടില്ല. ഇത് നമ്മൾ പഠിക്കണം. നമ്മൾ ഫ്രഞ്ച് സമൂഹം എന്ന് കേട്ടാൽ, ഫ്രഞ്ച് സൊസൈറ്റി എന്ന് കേട്ടാൽ, സോഷ്യൽ സിസ്റ്റം, ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം എന്ന് കേട്ടാൽ അത് ഏതാണ്? ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ് ആണ്. ആദ്യം നമുക്ക് ഫസ്റ്റ് എസ്റ്റേറ്റ് അഥവാ ഒന്നാം എസ്റ്റേറ്റിനെ കുറിച്ച് പറയാം. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദ ക്ലർജി ഫോം ദ ഫസ്റ്റ് എസ്റ്റേറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ആരാണത്? അത് പുരോഹിതന്മാരാണ്. ദേ ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, ഒരുപാട് ഭൂമിയുള്ള ആൾക്കാരാണ്. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, അവരൊരു നികുതിയും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ആൻഡ് ദേ കളക്റ്റഡ് അല്ലെ ടാക്സ് ഫ്രം ഫാർമേഴ്സ്, കർഷകരുടെ കയ്യിൽ നിന്നും അവരൊരു നികുതി പിരിച്ചു. അതിന്റെ പേര് തൈദ് എന്ന പേരാണ് എന്നും ഓർത്തു വെക്കുക. ഇത്രയും കാര്യം ഒന്നാം എസ്റ്റേറ്റിനെ കുറിച്ചുള്ളതാ. സെക്കൻഡ് എസ്റ്റേറ്റ് അഥവാ രണ്ടാം എസ്റ്റേറ്റിൽ പെട്ട ആൾക്കാർ ആരാണ്? നൊബിലിറ്റി, പ്രഭുക്കന്മാരാണ് അല്ലെ. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ട്? ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, ഒരുപാട് ഭൂമി അവരെ കൈവശമുണ്ടായിരുന്നു. ലക്ഷൂരിയസ് ലൈഫ്, ആഡംബര ജീവിതമാണ് അവർ നയിച്ചിട്ടുണ്ടായിരുന്നത്. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, എല്ലാ നികുതിയിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടു. അവര് മറ്റുള്ള എസ്റ്റേറ്റുകളിൽ നിന്നും കർഷകരുടെ കയ്യിൽ നിന്നൊക്കെ അവർ എന്ത് ചെയ്യപ്പെട്ടു? അല്ലെ, നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു. എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്, അവർ പ്രധാനമായും ചെയ്തത് സൈനിക സേവനം. ഇടക്കിടക്ക് യുദ്ധത്തിനൊക്കെ പോവാ, ബാക്കി സ്വത്തൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറെ ഭൂമിയൊക്കെ ഉണ്ട്, ടാക്സ് ഒന്നും കൊടുക്കണ്ട, ഫുൾ ലക്ഷൂരിയസ് ആയിട്ടാണ് രണ്ടാം എസ്റ്റേറ്റ് അഥവാ പ്രഭുക്കന്മാരും ജീവിച്ചത്. അടുത്തത് മൂന്നാം എസ്റ്റേറ്റ് അഥവാ തേർഡ് എസ്റ്റേറ്റ്. ഇതാണ് ഫ്രാൻസിൽ ആരെന്ന് പറയുന്നത്? ദ ഫ്രഞ്ച് മിഡിൽ ക്ലാസ് അഥവാ ഫ്രാൻസിലെ മധ്യവർഗം. എന്നാൽ ആരൊക്കെയുണ്ട് അതില്? ട്രേഡേഴ്സ്, കച്ചവടക്കാരുണ്ട്. റൈറ്റേഴ്സ്, എഴുത്തുകാരുണ്ട്. ലോയേഴ്സ്, വക്കീലന്മാരുണ്ട്. ഒഫീഷ്യൽസ്, ഓഫീസർമാരുണ്ട്. ടീച്ചേഴ്സ്, അധ്യാപകരുണ്ട്. ബാങ്കേഴ്സ്, ആരുണ്ട്? ബാങ്കർമാരുണ്ട്. പിന്നതാ ഫാർമേഴ്സും ക്രാഫ്റ്റ് മാനൊക്കെ ഉണ്ട്. ഓക്കെ. എടാ, മെയിൻ ആയിട്ട് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കർഷകരും മറ്റൊന്ന് ലേബേഴ്സ്, തൊഴിലാളികളുമാണ്. അവര് കൂടാതെ മറ്റൊരു വിഭാഗമാണ് മിഡിൽ ക്ലാസ്, മധ്യവർഗം. അതിലാണ് ടീച്ചേഴ്സും ലോയേഴ്സും എഞ്ചിനീയേഴ്സും തുടങ്ങിയ ആൾക്കാരൊക്കെ വരുന്നത്. ആൻഡ് നോ റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, അവർക്ക് ഭരണത്തിൽ ഒരു പങ്കുമില്ലായിരുന്നു. സോഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിൽ വളരെ താഴ്ന്ന പദവിയായിരുന്നു എന്നതും ഓർത്തു വെക്കുക. ഇനി ഇവർ നേരിടേണ്ടി വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ അവർ എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു? ഫ്രീ ആയിട്ട് അവർ ജോലി എടുക്കേണ്ടി വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഫ്രീ ആയിട്ട് ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്? ഇപ്പൊ നാട്ടിൽ റോഡ് പണി നടക്കുകയാണ്, അല്ലെങ്കിൽ റോട്ടിൽ ഒരു പാലം പണി നടക്കുകയാണ് നാട്ടിൽ. ഓക്കെ. അപ്പൊ അവരെന്താണ്? ഈ ഫ്രാൻസിലുള്ള തേർഡ് എസ്റ്റേറ്റുകാർ അവിടെ ഫ്രീ ആയിട്ട് ജോലി എടുത്തു കൊടുക്കണം, ഈ റോഡ് പണിക്കും പാലം പണിക്കും. ഇനി അവർ നിർബന്ധമായും കമ്പൽസറി ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട സാധനങ്ങൾ എന്തായിരുന്നു എന്നാ പറയുന്നത്? കമ്പൽസറി ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടത്, ഇപ്പൊ നമ്മൾ എങ്ങനെ പറയാം? ഓക്കെ, അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പൊ യുദ്ധത്തിൽ പട്ടാളക്കാർ കുറവുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും ആ യുദ്ധത്തിൽ അല്ലെ പട്ടാളക്കാരായിട്ട് ആര് പോണ്ടി വരും? ഈ തേർഡ് എസ്റ്റേറ്റിൽപ്പെട്ട പാവങ്ങളെ നിർബന്ധപൂർവ്വം പറഞ്ഞയച്ചേനെ എന്നുള്ളതും ഓർത്തു വെക്കുക അല്ലെ. പെർഫോമിംഗ് മിലിറ്ററി സർവീസ് വെൻ ഇറ്റ് വാസ് നെസസറി, സൈനിക സേവനം ആവശ്യമുള്ളപ്പോൾ അവരെ നിർബന്ധപൂർവ്വം അത് ജോലി എടുപ്പിച്ചു.
പ്രൊവൈഡിങ് ഫ്രീ സർവീസ് ഫോർ കൺസ്ട്രക്ടിങ് പബ്ലിക് റോഡ്സ് ആൻഡ് വാട്ടർ വേ ബ്രിഡ്ജസ്. പാലങ്ങളും റോഡുകളും നിർമ്മിക്കുമ്പോൾ അവരെ കൊണ്ട് ഫ്രീ ആയിട്ട് അവിടെ എന്ത് ചെയ്യിപ്പിച്ചു? ജോലി ചെയ്യിപ്പിച്ചു. അങ്ങനെ ഈ തേർഡ് എസ്റ്റേറ്റുകാർ എന്തായിരുന്നു? ഫ്രാൻസിലെ ഭരണത്തിൽ തൃപ്തരല്ലായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർത്തു വെക്കാം. അടുത്തൊരു ചോദ്യം നോക്കിയാലോ? യെസ്, ആ ചോദ്യം. Which thinkers and ideologies influenced the French Revolution? ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച ചിന്തകരും അവരുടെ ആശയങ്ങളും വ്യക്തമാക്കുക. നമുക്ക് 3 ആളുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. 1 വോൾട്ടയർ ആണ്, 2 റൂസോ ആണ്, 3 മോണ്ടെസ്ക്യൂ ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ആരെ പറയാം? വോൾട്ടയറിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും ഇവിടെ പറയാനില്ല. അദ്ദേഹം പ്രധാനമായിട്ടും ridiculed the exploitation of clergy. പുരോഹിതന്മാരെ കളിയാക്കിയതാണ്, അല്ലെ? ഇദ്ദേഹം ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് ഈക്വാലിറ്റി വേണം, ഹ്യൂമനിസം വേണം എന്നൊക്കെ വാദിച്ച ആളാണ്. ഇദ്ദേഹം ഈ ക്ലർജി പുരോഹിതന്മാരെ കളിയാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായിരുന്നു, ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു, അല്ലെ? അങ്ങനെ കുറെ കഴിവുള്ള ഒരു ചിന്തകൻ, ഒരു ഫിലോസഫർ ഒക്കെ ആയിരുന്നു ഈ നമ്മൾ പറയുന്ന വോൾട്ടയർ. രണ്ടാമത്തെ ആളുടെ പേര് റൂസോ. റൂസോ എന്നുള്ള സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ചില ആൾക്കാരൊക്കെ എക്സാമിന് ഇങ്ങനെ RUSO റൂസോ എന്ന് എഴുതും, അത് തെറ്റാണ്. അങ്ങനെ എഴുതാൻ പാടില്ല. ആറിലെ ഈ സ്പെല്ലിംഗ് നോക്കിയാൽ നിങ്ങൾ ROUSSEAU ആണ് റൂസോ. റൂസോന്റെ വർക്ക് എന്താടാ? അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് സോഷ്യൽ കോൺട്രാക്ട്. അദ്ദേഹത്തിന്റെ തിയറിന്റെ പേരും എന്തിനെയാണ്? സോഷ്യൽ കോൺട്രാക്ട് എന്നാണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ കോൺട്രാക്ടിന്റെ മലയാളം സാമൂഹ്യ ഉടമ്പടി എന്നാണ്. സോഷ്യൽ കോൺട്രാക്ട് തിയറി അഥവാ സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം ആരാ കൊണ്ടുവന്നത്? അത് നമ്മുടെ റൂസോ ആണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചല്ലോ, ഒരു രാഷ്ട്രം എങ്ങനെയാ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡിവൈൻ റൈറ്റ് തിയറി പറഞ്ഞിരുന്നു, ദൈവദത്താധികാരം പറഞ്ഞിരുന്നു. അതേ സമയത്ത് അതിനെതിരായിട്ടുള്ള മറ്റൊരു തിയറിയാണ് ഒരു രാഷ്ട്രം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ റൂസോ പറയുന്ന തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി അഥവാ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. നോക്കിയേ നിങ്ങൾ, ഇതിൽ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയുന്നത് അല്ലെ, എങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു സ്റ്റേറ്റ് ഉണ്ടായത് മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ, മനുഷ്യന്മാർക്ക് ഒരേ നീഡുകൾ ഉണ്ടാവും, അത് ഫുൾഫിൽ ചെയ്യാൻ, മനുഷ്യന്മാരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ മനുഷ്യന്മാർ എന്ത് ചെയ്തു? ഒരു കോൺട്രാക്ട്, ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ രാജാവിനെ മനുഷ്യന്മാർ അപ്പോയിന്റ് ചെയ്തു എന്ന് പറയുന്ന തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ചോദിക്കും, പഠിച്ചു വെക്കണം. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഇതാ: മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലാ ഇടങ്ങളിലും അവൻ എന്തിലാണ്? ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ആരാ? റൂസോ ആണ്. തീർന്നു. റൂസോന്റെ ഒരു കോട്ട് കൂടി പറഞ്ഞുതരാം. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ. അല്ലെ, മനുഷ്യൻ സ്വതന്ത്രനാണ്, എല്ലാ ഇടങ്ങളിലും അവൻ ചങ്ങലകളിലാണ്. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെയുള്ള മറ്റൊരു അദ്ദേഹത്തിന്റെ കോട്ടാണ് ഗുഡ് ലോസ് ക്രിയേറ്റ് ഗുഡ് സിറ്റിസൺ. നല്ല നിയമങ്ങൾ നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? യെസ്, അദ്ദേഹമാണ്. മൂന്നാമത്തെ ആളുടെ പേര് മോണ്ടെസ്ക്യൂ. ഹിസ് ഫേമസ് വർക്ക് ഏതാടാ? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ പേര് സ്പിരിറ്റ് ഓഫ് ലോസ് എന്നാണ്, നിയമത്തിന്റെ ആത്മാവ് എന്നൊക്കെ പറയാം. അദ്ദേഹം ഡെമോക്രസിയും റിപ്പബ്ലിക്കിനെയും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ്. അദ്ദേഹം പറയുന്നു ഒരു ഗവൺമെന്റ് നിലനിൽക്കണമെങ്കിൽ അവിടെ എന്ത് ആവശ്യമാണെന്നാ പറയുന്നത്? ഒരു ഗവൺമെന്റ് വേണമെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ വേണം: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗം ആൻഡ് നീതിന്യായ വിഭാഗം. ഇങ്ങനെ 3 വിഭാഗങ്ങൾ വേണമെന്ന് പറയുന്നു. മറ്റൊരാളെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് ടെർഗോയെ കുറിച്ചാണ്. ആരാണ് ടെർഗോയും നെക്കറും? ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച 2 ചിന്തകന്മാരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ്, ഒന്ന് ടെർഗോ, മറ്റൊന്ന് നെക്കർ. ടെർഗോയും നെക്കറും ശരിക്കും അന്നത്തെ ബൂർബൻ കിങ് ആയിട്ടുള്ള ലൂയി 16ന്റെ അഡ്വൈസേഴ്സ് ആയിരുന്നു, അതായത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളായിരുന്നു. ഓക്കെ, ഇവര് ശരിക്കും എന്താണ്? രാജാവിന്റെ അഡ്വൈസേഴ്സ്, സാമ്പത്തിക ഉപദേഷ്ടാക്കളാണെങ്കിലും ഇവരെ പോളിസികളെല്ലാം ആരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു? സാധാരണ ജനങ്ങളെ സപ്പോർട്ട് ചെയ്താണ്. അഗ്രികൾച്ചറിനെയും ഇൻഡസ്ട്രിയൊക്കെ സപ്പോർട്ട് ചെയ്തായിരുന്നു എന്ന് പറയുന്നു. ഒരാളെ പേരുകൂടി ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട പേര് ആരുതാണെന്നറിയോ? ഒരു പേരുകൂടി നമുക്ക് ഇവിടെ ഓർത്തു വെക്കാം. ആ ഓർത്തു വെക്കേണ്ട പേരിൽ ഒരാളാണ് ജോൺ ലോക്ക്. നമ്മൾ വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ പഠിച്ച പോലെ തന്നെ ജോൺ ലോക്കിനെയും കുറിച്ച് ഓർത്തു വെക്കണം. ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബ്രിട്ടീഷ് തിങ്കർ ആണ് ജോൺ ലോക്ക് എന്ന് പറയുന്നത്. ജോൺ ലോക്കിന്റെ ഒരു പുസ്തകമുണ്ട്, 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെന്റ്, അല്ലെ? അദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട്? ജനങ്ങളെ ഈ ഒരു വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. വീണ്ടും കാണാം. ബൈ.